കൊലപാതക കേസുകളിൽ വല വിരിച്ച NIA മലപ്പുറം മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ റെയ്ഡ്. RSS പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് 4 പേരെ കസ്റ്റഡിയിലെടുത്തു. മഞ്ചേരി പയ്യനാട് സ്വദേശിയായ RSS പ്രവർത്തകൻ അർജുനെ വെട്ടിയ കേസിലെ പ്രതിയായ ഷംനാദിന്റെ വീട്ടിലും പരിശോധന നടക്കുകയാണ്. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിച്ച് വരികയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മരം ചേർന്നുണ്ട്. ശിവദാസ്, നിർണായകമായ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ പരിശോധനകൾ എത്ര നേരമാണ് തുടരുന്നത്? വിഷ്ണു, പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് NIAയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന ആരംഭിച്ചത്. SDPI പ്രവർത്തകരുടെ വീടുകളിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടന്നത്. ഇന്ന് പുലർച്ചെ 2 മണിക്ക് തന്നെ വ്യത്യസ്ത സംഘങ്ങളായിട്ടാണ് കൊച്ചിയിൽ നിന്നുമുള്ള NIA സംഘം മലപ്പുറം മഞ്ചേരിയിൽ എത്തിയത്. മഞ്ചേരിയിലുള്ള വിവിധ SDPI പ്രവർത്തകരുടെ വീടുകളിലേക്ക് വ്യത്യസ്ത സംഘങ്ങളായിട്ടാണ് ഇവർ പരിശോധനയ്ക്കായി പോയത്. പ്രധാനമായും SDPI പ്രവർത്തകരുടെ സാമ്പത്തിക ഇടപാടും അതോടൊപ്പം തന്നെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് NIA അന്വേഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു പരിശോധന. പ്രത്യേകിച്ച് പാലക്കാട് ശ്രീനിവാസൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് അതിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകളുടെ വീടുകളിലായിരുന്നു പരിശോധന. ഈ സംഭവത്തിൽ 4 പേരെ നിലവിൽ NIA കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇർഷാദ് ആനക്കോട്ടുപുറം, സെയ്തൽവി കിഴക്കേത്തല, ഖാലിദ് മംഗലശ്ശേരി, ഷിഹാബുദ്ദീൻ ചെങ്ങര എന്നീ 4 പേരെയാണ് നിലവിൽ NIA കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവരെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും, NIAയുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. അതിനുശേഷം മറ്റ് ചോദ്യം ചെയ്യലും മറ്റ് തുടർ നടപടികളും ഉണ്ടാകും. ഒരു സംഘത്തിൽ തന്നെ 4-5 പേര് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വ്യത്യസ്തമായ 4 സംഘങ്ങളായിട്ടാണ് NIA ഇവിടേക്ക് വന്നത്. അതോടൊപ്പം തന്നെ ലോക്കൽ പോലീസിന്റെ സഹായം തേടിയിരുന്നു. നേരത്തെ മുൻപ് തന്നെ ലോക്കൽ പോലീസിനെ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല. എന്നാൽ പരിശോധനയ്ക്ക് എത്തുന്നതിന് തൊട്ടു മുൻപാണ് ലോക്കൽ പോലീസിനെ ഇക്കാര്യം അറിയിച്ചതും അവരുടെ സഹായം തേടിയതും സ്പെഷ്യൽ ബ്രാഞ്ചിനെ അടക്കം അറിയിച്ചതും അതിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായാണ് SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA സംഘം അന്വേഷണം നടത്തിയത്. അതോടൊപ്പം തന്നെ മുൻപ് പയ്യനാട് സ്വദേശിയായ ഒരു RSS പ്രവർത്തകൻ അർജുനെ വെട്ടിയ കേസിൽ പ്രതിയായ ഷംനാദിന്റെ വീട്ടിലും NIA പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഷംനാദിനെ മലപ്പുറത്ത് വെച്ച് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഷംനാദ് നിലവിൽ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പരിശോധന വരും ദിവസങ്ങളിൽ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൊലപാതക കേസുകളിൽ മാത്രമല്ല, മറ്റ് SDPI പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവർ പ്രതികളായിട്ടുള്ള മിക്ക കൊലപാതക കേസുകളും ഈ സംഘം NIA സംഘം അന്വേഷിക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകളും അവർ എത്രത്തോളം മറ്റു പ്രതികളെയും അല്ലെങ്കിൽ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെയും സഹായിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും NIA അന്വേഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചില രേഖകളടക്കം NIAയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ആ രേഖകളടക്കം പരിശോധിക്കും. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധന തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് പരിശോധന ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സമയത്തൊന്നും തന്നെ മറ്റ് SDPI പ്രവർത്തകർക്ക് ഇവരുടെ വീടുകളിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ലോക്കൽ പോലീസിന്റെ സഹായം അവസാന നിമിഷം തേടി അങ്ങനെയായിരുന്നു പരിശോധന. വിഷ്ണു, ശിവദാസ സൂചിപ്പിച്ചതുപോലെ വളരെയധികം രഹസ്യ സ്വഭാവത്തോടെ കൂടിയുള്ള ഒരു ഇടപെടലായിരുന്നു NIA നടത്തിയത്. ഒരുപക്ഷെ ഈ പരിശോധനകളെല്ലാം തന്നെ അതീവ രഹസ്യമായി തന്നെയാണ് നടത്തിയത്. ഒരുപക്ഷെ ഇത്തരം ഈ ഒരു നീക്കത്തിന് പിന്നിൽ അതിനിർണായകമായ തെളിവുകൾ ശേഖരിക്കുക എന്നൊരു ലക്ഷ്യം കൂടി NIA സംഘത്തിന് ഉണ്ടെന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായും നമുക്കറിയാം, PFIയെ ബാൻ ചെയ്ത നിമിഷം അവരെ നിരോധിച്ചതിന് തൊട്ടു പിന്നാലെ SDPIക്ക് അടക്കം PFI വഴി ഫണ്ട് ലഭിച്ചു എന്ന വാർത്തയും അതോടൊപ്പം തന്നെ അതിൻ്റെ കൃത്യമായ തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. NIAയ്ക്കും അതോടൊപ്പം തന്നെ EDക്കും അത്തരത്തിലുള്ള കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻപും മലപ്പുറത്ത് അടക്കം SDPIയുടെ പ്രധാന കേന്ദ്രങ്ങളിലും അവരുടെ പ്രധാനപ്പെട്ട ഓഫീസുകളിലും അടക്കം EDയുടെ പരിശോധന ഉണ്ടായി. അതിന്റെ തുടർച്ചയായി തന്നെയാണ് സംയുക്തമായുള്ള അല്ലെങ്കിൽ NIAയുടെ ഇപ്പോഴുള്ള ഒരു പരിശോധനയും അതിന്റെ തുടർച്ചയായി തന്നെയാണ്. കാരണം കൃത്യമായി തന്നെ ഇത്തരം സംഘടനകളുടെയും അല്ലെങ്കിൽ ഈ SDPI പോലുള്ള PFI പോലുള്ള സംഘത്തിൽപ്പെട്ട ആളുകളുടെ രഹസ്യ സ്വഭാവവും അതോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തിക ഇടപാടുകളും സാമ്പത്തികം വരുന്ന വഴികളും എല്ലാം തന്നെ കൃത്യമായി തന്നെ NIA നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതീവ രഹസ്യമായി തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള നിരീക്ഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരീക്ഷണങ്ങളും ഇത്തരത്തിലുള്ള പരിശോധനകളും എല്ലാം
തന്നെ നടക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. മുൻപും അത്തരത്തിലുള്ള പരിശോധനകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മലപ്പുറത്ത് മഞ്ചേരിയിൽ ഉള്ള ഈ 4 പേരുടെ വീടുകളിലും പരിശോധന നടത്തിയതും അവരെ കസ്റ്റഡിയിൽ എടുത്തതും നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം ഇത്തരത്തിലുള്ള നിരവധി കൊലപാതക കേസുകളിൽ പ്രതികളായിട്ടുള്ള SDPI പ്രവർത്തകർ ഇപ്പോഴും പുറത്ത് ഉണ്ട്. അതായത് ഇവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ അവരെ കൂടി പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നത് വളരെ നിർണായകമാണ്. അത്തരത്തിലുള്ള ക്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ NIA ഭാഗത്തു നിന്നും മറ്റ് ED അടക്കമുള്ള മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും മറ്റ് ഇത്തരത്തിലുള്ള സംഘങ്ങളുടെ പ്രധാനമായ പ്രവർത്തനം. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ മഞ്ചേരിയിലുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും മലപ്പുറത്തുള്ള മറ്റ് ചില നേതാക്കളുടെ വീടുകളിലും പരിശോധന നടത്തും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പൂർണ്ണമായും ഇവർക്കെതിരെയുള്ള നിരവധി കൊലപാതകങ്ങൾ കേരളത്തിന് പുറത്തും SDPI പോലുള്ള BFI പോലുള്ള ഭീകരവാദ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ പരിശോധനകളും നടപടികളും NIA ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ മലപ്പുറത്തും ഉണ്ടായിരിക്കുന്ന ഈ പരിശോധനയും കസ്റ്റഡി നടപടികളും. വിഷ്ണു. ശരി, ശിവദാസ് കന്മനമാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.